ഫിൽട്രേഷന്റെ വീഡിയോ നമ്മൾ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഫിൽട്രേഷനുള്ള എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വിട്ടുപോയിട്ടുണ്ട് എന്തെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ പലരും പറയുന്ന ഒരു ഡൗട്ട് ഫിൽട്രേഷനെ കുറിച്ച്, കാരണം ഈ ഗാർഡൻ ബോണ്ടോ അല്ലെങ്കിൽ കോഴിക്കറപ്പൊക്കെ ചെയ്യുന്നവർക്ക് കെമിസ്ട്രി പോലെയുള്ള വലിയ ഫിൽറ്റേഴ്സ് വയ്ക്കുന്നതിനോട് അല്ലെങ്കിൽ അത്രയും കോസ്റ്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഞങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഫിൽട്രേഷന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് തന്നെ ഇത് ചെയ്യേണ്ടതേ ഉള്ളൂ. വലിയ പോണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പം അതിന് പ്രത്യേകിച്ച് വേറെ ഐൻസ്റ്റീന്റെ ഐഡിയയും വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ബേസിക്കലി ടാങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുക, ഏതെങ്കിലും മുകളിൽ കൊണ്ടുവരിക, മീഡിയകളിലൂടെ കടത്തിവിടുക. ഞാൻ ചെയ്ത ഒരു ഫിൽട്രേഷൻ എന്റെ സ്പോട്ടർ കാറ്റ് ഫിഷ് ഗ്രൂമിംഗ് ടാങ്കിൽ ഞാൻ ചെയ്ത വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ഇതുകൂടി എന്തുണ്ട് ഫിൽട്രേഷനും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിൽ തല പോയിക്കത്തെങ്കിലും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് നൈട്രോഫൈൻ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ഫിൽട്രേഷന്റെ വളരെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. ഫിൽട്ടർ മീഡിയ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് സ്ക്രാപ്പ് സ്പോഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിൾ എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് കാറ്റ് ഫിഷ് ഗ്രൂമിംഗ് ടാങ്ക്. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ മെക്കാനിസം വരുന്നത്. സബ്മേഴ്സിബിൾ പമ്പ് റൺ ആവുന്നുണ്ട്. ചെറിയൊരു സബ്മേഴ്സിബിൾ പമ്പാണ്. അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഒരു സ്പോഞ്ച് നിറച്ചിട്ടുള്ള ഒരു ബക്കറ്റിലോട്ട്, സ്ക്രാപ്പ് സ്പോഞ്ചാണ്, ഇതിനകത്തോട്ട് വീഴുന്നു. അവിടെ നിന്ന് സോൾഡ് വേസ്റ്റ് എല്ലാം മാറിയ ശേഷം ഫ്രഷ് വാട്ടർ ടാങ്കിലോട്ട് വരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം.